ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് നമുക്ക് നല്ലൊരു ബ്രേക്ക്ഫാസ്റ്റിൻ്റെ റെസിപ്പി സിമ്പിളായിട്ട് എങ്ങനെ ഉണ്ടാക്കിയെടുക്കാൻ നോക്കിയാലോ. നമ്മൾ ഈ ദോശയും ഇഡ്ഡലിയൊക്കെ കഴിച്ചിട്ട് മടുത്ത് നിൽക്കുന്ന സമയത്ത് പെട്ടെന്ന് നമുക്ക് ഒരു വെറൈറ്റി ആയിട്ട് എന്നാൽ നല്ല ടേസ്റ്റി ആയിട്ടും സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി പറ്റുന്ന ഒരു റെസിപ്പി ആട്ടോ. അപ്പോൾ ഇതുപോലെ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ ഉറപ്പായി ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടമായി ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത്. നമുക്ക് വീട്ടിലോട്ട് പോകാം. അപ്പോൾ നമുക്കിത് ആദ്യം തന്നെ ഒരു കപ്പ് പച്ചരി എടുക്കാം കേട്ടോ. നമ്മൾ സാധാരണ നമ്മുടെ റേഷൻ കടയിലെ പച്ചരിയാണ് ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഒരു കപ്പ് പച്ചരി എടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ തന്നെ 1/4 കപ്പ് ഉഴുന്നും കൂടി എടുത്തിട്ട് അതിൽ വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് ഒരു 3-4 തവണ നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയിട്ട് എടുക്കാം. അപ്പോൾ ഇപ്പോൾ ഇതാ നമ്മൾ ഉഴുന്നും പച്ചരിയൊക്കെ നന്നായിട്ട് കഴുകി എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിലുള്ള വെള്ളം കൂടി ഒഴിച്ച് കൊടുത്തിട്ട് ഒന്ന് സോക്കാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കാം കേട്ടോ. ഒരു 1-1.5 മണിക്കൂറോളം നമുക്ക് ഇതിനൊന്ന് സോക്കാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കാം. ഇപ്പോൾ ഇതാ ഒരു 1.5 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. നമ്മൾ ഉഴുന്നും പച്ചരിയൊക്കെ നന്നായിട്ട് കുതിർന്ന് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ആ വെള്ളം കളഞ്ഞിട്ട് മിക്സിയുടെ ജാറിലേക്ക് ഉഴുന്നും പച്ചരിയും മാത്രം അങ്ങ് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇനി നമുക്ക് ആവശ്യമായിട്ടുള്ളത് തൈരാട്ടോ. 1 ടേബിൾ സ്പൂണോളം പുളിപ്പ് കുറഞ്ഞിട്ടുള്ള തൈര് എടുക്കുക കേട്ടോ. നല്ല കട്ടിയുള്ള പുളി കുറഞ്ഞിട്ടുള്ള തൈര് എടുക്കുക. അതും കൂടി നമ്മളിതാ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ആവശ്യത്തിലുള്ള വെള്ളം ഒഴിച്ച് കൊടുക്കുക. ഒരു 1/4 കപ്പ് വെള്ളം കൂടി ഒഴിച്ച് കൊടുത്തിട്ട് നമുക്കിത് നന്നായിട്ട് അരച്ചെടുക്കാം കേട്ടോ. നമ്മൾ ദോശയ്ക്ക് ഇഡ്ഡലിക്കൊക്കെ അരച്ചെടുക്കുന്ന പോലെ തന്നെ നന്നായിട്ടൊന്ന് അരച്ചിട്ട് എടുക്കാം. അപ്പോൾ നമ്മളിത് അരച്ചെടുത്ത മാവ് ഒരു പാത്രത്തിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് നമ്മൾ ഈ ഒരു സമയത്ത് ഉപ്പൊന്നും ചേർക്കുന്നില്ല കേട്ടോ. ഇതിങ്ങനെ തന്നെ അങ്ങ് അടച്ച് വെക്കുക ചെയ്യാൻ. അടച്ച് വെച്ചിട്ട് ഇതൊന്ന് സെറ്റായിട്ട് വന്നതിന് ശേഷം കേട്ടോ നമ്മളിനി ഇതിലേക്ക് ബാക്കിയുള്ളതൊക്കെ ചേർത്ത് കൊടുക്കാൻ. അപ്പോൾ ഒരു മണിക്കൂറോളം നമുക്ക് ഇതിനൊന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കുക. നന്നായിട്ട് അടച്ച് വെക്കണം കേട്ടോ. എന്നാൽ മാത്രമേ നന്നായിട്ട് ഇത് പൊങ്ങി വരുള്ളൂ. അപ്പോൾ ഇതാ 1 മണിക്കൂർ കൊണ്ട് നമ്മളെ മാവ് നല്ല സെറ്റായിട്ട് വന്നിട്ടുണ്ട്. ഇങ്ങനെ ഒരു ചെറുതായിട്ടൊരു പുളിപ്പൊക്കെ വന്നിട്ട് ഇതിലിങ്ങനെ ബബിൾസൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ടാവും കേട്ടോ. ഇനി നമുക്കിതിലേക്ക് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മളിതിൽ ഈസ്റ്റോ ബേക്കിംഗ് സോഡയോ ഒന്നും ചേർക്കുന്നില്ല കേട്ടോ. നമ്മൾ തൈര് ചേർത്തത് കൊണ്ട് തന്നെ അതിൻ്റെ ഒന്നും ആവശ്യമില്ല. ഇനി നിങ്ങൾ തൈര് ചേർക്കുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മളിത് ഉണ്ടാക്കിയെടുക്കുന്നതിന് കുറച്ച് മുമ്പായിട്ട് ഇതിലേക്ക് കുറച്ച് ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ ഇതിലേക്ക് കുറച്ച് പച്ചക്കറി ഇട്ട് കൊടുക്കുന്നുണ്ട്. കുറച്ച് ക്യാരറ്റ് ഒന്ന് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ തന്നെ ഒരു മീഡിയം വലുപ്പത്തിലുള്ള സവാള ഒന്ന് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ തന്നെ നമുക്ക് എരിവിനാവശ്യമായിട്ടുള്ള പച്ചമുളക് 1-2 കുറച്ച് കറിവേപ്പിലയും കൂടി ഒന്ന് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് കൊടുത്ത് അതിൻ്റെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് നന്നായിട്ട് ഇതുപോലെ ഇങ്ങനെ ഇളക്കിയെടുക്കുക. ഇപ്പം നമ്മളെ മാവ് നല്ല അടിപൊളിയായിട്ട് സെറ്റായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ക്യാരറ്റ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്ന സമയത്ത് ക്യാരറ്റ് നല്ല ചെറുതായിട്ട് കട്ടായിട്ട് ഇട്ട് കൊടുക്കണം കേട്ടോ. അല്ലാന്നുണ്ടെങ്കിൽ ക്യാരറ്റ് പെട്ടെന്ന് വെന്ത് കിട്ടില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ക്യാരറ്റ് ആണെങ്കിലും സവാള ആണെങ്കിലും ഒക്കെ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് തന്നെ ഇട്ട് കൊടുക്കുക. ഇപ്പം നമ്മൾ ഈ ഒരു മാവ് റെഡി ആയിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മളിത് റസ്റ്റ് ചെയ്യാൻ വേണ്ടി മാറ്റി വെക്കുന്നില്ല. നമുക്കിത് ഇപ്പം തന്നെ ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ ഒരു ചീനച്ചട്ടി എടുത്തിട്ടുണ്ട്. അതിലേക്ക് 2 ടീസ്പൂണോളം വെളിച്ചെണ്ണ വെച്ചെടുക്കുന്നുണ്ട്. വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായി വന്നതിന് ശേഷം നമ്മളിതാ ഇതിലേക്ക് 2 സ്പൂണോളം മാവ് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതാ മാവ് ഒഴിച്ച് കൊടുത്തതിന് ശേഷം നമുക്ക് ഇതൊന്ന് അടച്ച് വെക്കാം കേട്ടോ. ഒരു 10-30 സെക്കൻഡോളം നമുക്ക് ഇതിനൊന്ന് അടച്ച് വെച്ചിട്ട് മീഡിയം ടു ലോ ഫ്ലെയിമിലാട്ടോ. ലോ ഫ്ലെയിമിലല്ല, മീഡിയം ടു ലോ ഫ്ലെയിമിലൊന്ന് കുക്കാക്കിയിട്ട് എടുക്കുക. അപ്പോൾ അതിന് ശേഷം നമുക്കിതൊന്ന് തുറന്ന് നോക്കാം കേട്ടോ. ഇപ്പോൾ ഇത് ഏകദേശം ഒരു 30 സെക്കൻഡൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് തുറന്ന് നോക്കാം കേട്ടോ. നന്നായിട്ട് മുകൾ ഭാഗം കുക്കായി വന്നതിന് ശേഷം മാത്രമേ കേട്ടോ ഇതിങ്ങനെ തിരിച്ചിട്ട് കൊടുക്കാൻ പാടുള്ളൂ. അപ്പോൾ ഇതിപ്പോൾ നന്നായിട്ട് കുക്കായിട്ട് വന്നിട്ടുണ്ട്. നല്ല സെറ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പം നമ്മളിത് ഇതുപോലെ ഇങ്ങനെ തിരിച്ചിട്ട് കൊടുത്തിട്ട് ആ ഒരു ഭാഗം കൂടി നന്നായിട്ട് കളറൊന്ന് മാറ്റിയെടുക്കാം കേട്ടോ. ഇപ്പോൾ ഇത് ആ ഒരു ഭാഗം കൂടി നന്നായിട്ട് കളറൊക്കെ മാറി വന്നിട്ടുണ്ട്. ഇനി ഈ എണ്ണ നന്നായിട്ട് ഊറ്റിയെടുത്തിട്ട് നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. അപ്പോൾ ഇതിപ്പോൾ നന്നായിട്ട് ഇതിൻ്റെ സൈഡ് ഭാഗം കളർ മാറ്റിയെടുത്തത് കൊണ്ട് തന്നെ കഴിക്കാൻ നല്ല കറുമുറാന്നുണ്ടാവും കേട്ടോ. നല്ല കറുമുറ സൗണ്ടൊക്കെ വരും. നല്ല ടേസ്റ്റ് ആട്ടോ ഇത് കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ അടിപൊളിയായിട്ടുള്ള സിമ്പിളായിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റ് റെഡി ആയിട്ടുണ്ട് കേട്ടോ. നമ്മൾ ഈ ഇഡ്ഡലി ദോശ ഒക്കെ കഴിച്ചിട്ട് മടുത്ത് നിൽക്കുന്ന സമയത്ത് വെറൈറ്റി ആയിട്ട് കുട്ടികൾക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്ന നല്ലൊരു റെസിപ്പി ആട്ടോ. ഒരുപാട് സമയം എടുക്കില്ല, ഒരുപാട് സാധനങ്ങളൊന്നും ആവശ്യമില്ല. ഇതിൻ്റെ കൂടെ നമുക്ക് ഇനി പ്രത്യേകിച്ചിട്ട് കറിയോ ഒന്നും ഉണ്ടാക്കേണ്ട ആവശ്യമില്ല കേട്ടോ. ചമ്മന്തി കറിയോ ഒന്നും വേണ്ടില്ല. ഇനി അതിൻ്റെ കൂടെ കഴിച്ചാലും കുഴപ്പമില്ല, നല്ല ടേസ്റ്റി ആയിട്ട് ഉണ്ടാകാൻ. അപ്പോൾ ഇതുവരെ ഇത് ട്രൈ ചെയ്ത് നോക്കത്തിട്ടുണ്ടെങ്കിൽ ഉറപ്പായും ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കില്ലേ. അപ്പം നമുക്ക് മറ്റൊരു നല്ലൊരു വീഡിയോ ആയിട്ട് പിന്നെ കാണാം. ബൈ, താങ്ക് യു.